പോയിക്കോ, ഞാൻ നേരെ വിട്ടാണ് എല്ലാവരും പോട്ടെ. പോവാ പോവാ ഓക്കെ മതി പോലെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു അടിപൊളി സ്ഥലം കാണിച്ചു തരാം കേട്ടോ. നമ്മളെ നാടാണ്. നോക്കി എങ്ങനെയുണ്ട്? നല്ല ഫ്രഷ് വാട്ടറാണ്, മലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം കണ്ടത്. ഇതിങ്ങനെ ഫുള്ള് കൊക്കോ കാപ്പി പാടങ്ങൾ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് കണ്ടിട്ടുണ്ടാവും. നമ്മളെ ഫാമിലി ടൈമാണ്. അപ്പോൾ നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട്. നമ്മൾ പൊറാട്ടയും പിന്നെ കുറച്ച് റവൊക്കെ വാങ്ങാൻ വേണ്ടി വന്നു. സമയം 8 മണി. നമുക്ക് വോയേജർ ഗ്രാമിൻ്റെ കുറച്ച് ടിക്കറ്റുകൾ എടുക്കാനുണ്ടായതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ നീച്ചതാണ്. ഇന്നലെ കിടന്നപ്പോൾ തന്നെ 2-3 മണി ആയിക്കണ്. അപ്പോൾ ഓലക്കട കടന്നു തുടങ്ങിയാണ്. ബാക്കി ആരും നീച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് നമ്മളെ നാടിൻ്റെ ഒരു സാധനമാണ്. നിസ്കാരപ്പള്ളി അവിടെ ഒരു ക്രിസ്ത്യൻ ചർച്ച് ഇതാണ് ഇവിടെ. എന്താല്ലേ ഇതിപ്പോൾ നമുക്കിപ്പോൾ ഇത് വലിയ കൗതുകമൊന്നുമല്ല. പക്ഷേ ഇത് നോർത്തിലുള്ള ആൾക്കാരെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അപ്പോൾ ഈ പൊറോട്ട വാങ്ങാൻ വന്നാണ്. പൊറോട്ട വാങ്ങട്ടോ. അപ്പോൾ നമ്മൾ പൊറോട്ട വാങ്ങാണ്. നാടൻ പൊറോട്ട കല്ല് വെച്ചിട്ട് പൊറോട്ട, അതിൻ്റെ പൊറോട്ട നാടൻ കറി. അതും ചായ അടിച്ചാണ്. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. അതായത് പഴയ പൊറാട്ടൻ്റെ നാടൻ സ്മെല്ലുണ്ടല്ലോ, പൊറാട്ടൻ്റെയും അതേപോലെ തന്നെ ആ ഒരു പച്ചക്കറിൻ്റെയും നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ പോയി ഞാൻ കഴിക്കട്ടെ. ഓക്കെ, ഞാൻ പോണ വഴിക്കുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. കൊക്കോ കാപ്പി കണ്ടത് ഇതൊന്നും നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കുക. കൊക്കോ കാപ്പി ഞാൻ പറഞ്ഞില്ലേ, അവിടെ അമ്പലം, ഇപ്പുറത്ത് പള്ളി, ക്രിസ്ത്യൻ ചർച്ച്, ഇവിടെ അമ്പലം. ഹട്ടി അങ്ങോട്ട് വരാം. ഹട്ടി നൈസ് ആംബിയൻസ് ഉണ്ടോ. പക്ഷെ വെള്ളച്ചാട്ടം മഴ പെയ്യണ സമയത്തൊന്നും ഇങ്ങോട്ട് വരല് പോസിബിൾ ആവില്ല. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ഡേഞ്ചർ കുത്തൊഴുക്കൊക്കെ ഉണ്ടാവും. മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ ഹൈ റേഞ്ച് ഒന്നും തേടി പോകാതെ നമ്മളെ നാട്ടിൽ തന്നെ നിൽക്കുന്നത് ബെറ്റർ. ഫുള്ള് കൊക്കോ പാടങ്ങളാണ്. കൊടുങ്കാടൊന്നല്ലോ, റിസോർട്ട് ഏരിയ ആണ്. ബദാമല്ലേ മറ്റേ ജാതിക്ക മരങ്ങളാണിത്. ഇങ്ങനെ ചെറിയ ഇത് മുളങ്കാട്. ആന ഇറങ്ങുന്ന ഏരിയ ആണ്. ഇന്നലെ രാത്രിയുടെ ആന ഇറങ്ങിക്കുന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. നേരെ ആൾക്കാരാണ്. അപ്പോൾ നേക്കുണ്ട് സ്ഥലം നോക്കി. ജാതിക്കാണ്. സോളാറുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചായയും കടിയും കൊണ്ടുവന്ന് അവിടെ നീച്ചിക്കണ്. പാത്തുമ്പോ നീച്ചിക്കണ്. ബ്ലോഗാണ്. എന്താ വർത്താനോ? ഗുഡ് മോർണിംഗ്. ഇതാണ് നമ്മൾ നിന്നീന റിസോർട്ട് കേട്ടോ. അത് കിച്ചൺ ഉണ്ട്. ഒരു ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു 3 ഹട്ട് നമ്മൾ എടുത്തു. 1, 2, 3. ഓക്കെ, വെള്ളച്ചാട്ടത്തിന് സൗണ്ട് കേട്ടിരുന്നത്. ഇതാണ് നമ്മളെ റൂം കേട്ടോ. അടാ അപ്പോൾ ഇതാണ് നമ്മളെ റൂം.
ചെറിയ റൂമാണ്, AC ഉണ്ട്, രണ്ടാൾക്ക് സുഖമായിട്ട് കിടക്കാം. പിന്നെ ഫാമിലിക്കായിട്ട് ഞങ്ങൾ 3 ആളൂടെ കിടന്നു. പിന്നെ അതായത് 2 4 ആൾക്കാർ 5 ആൾക്കാരൊക്കെ പോകും. പിന്നെ ബാത്റൂം ഇങ്ങനെ വരും, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴേ നമ്മളെ ഫീൽഡ് ടൂറിസ്റ്റ് ആയതുകൊണ്ട് ആദ്യം തന്നെ ബാത്റൂമും കാര്യങ്ങളും ക്ലിയർ ആണോ എന്ന് നോക്കുക. കാരണം എന്താ സർവീസും കാര്യങ്ങളൊക്കെ ഉഷാറാക്കാറും, പക്ഷേ ചെറിയ ചെറിയ മിസ്റ്റേക്കിൽ നമുക്ക് ടോട്ടൽ എന്ത് ചെയ്യും അതിന് ബാധിക്കും. ഇതിൻ്റെ ഫ്ലഷ് വർക്ക് ചെയ്തില്ല, അപ്പം അങ്ങനത്തെ നോക്കുക. ഓക്കെ, ഇങ്ങനത്തെ ഓരോ ഹട്ടുകളാണ്. 3D ഇമേജ് ആണുള്ളത് അല്ലേ, കണ്ടു കഴിഞ്ഞാൽ ആനക്കൊമ്പ് ഇങ്ങനെ വരുന്നത് 3D ഇമേജാണ്. അപ്പോൾ ഇങ്ങനെ ഓക്കെ. പിന്നെ ടൈം ഫോർ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ പൊറോട്ട. യാത്രയ്ക്ക് ഇനി 4 ദിവസങ്ങളുള്ളൂ ബുക്കിങ്ങിന്. അതായത് മെയ് 28-ാം തീയതിയും മെയ് 30-ാം തീയതിയും മെയ് 31-ും പിന്നെ ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ നമ്മൾ പോകുന്നുണ്ട്. പക്ഷെ വലിയ പെരുന്നാൾക്കുള്ള ആ ഒരു യാത്ര വരുന്നത്, വലിയ പെരുന്നാൾ ഏകദേശം 26-27 ഡേറ്റിലായിരിക്കും. അപ്പോൾ നമ്മൾ യാത്ര പോകുന്നത് മെയ് 28-ാം തീയതി പോകുന്നുണ്ട്, മെയ് 30-ാം തീയതി പോകുന്നുണ്ട്, മെയ് 31 കേരളത്തിൽ നിന്ന് ബാച്ചുകൾ പോകുന്നുണ്ട്. ആഗ്രയും ഡൽഹിയും കശ്മീർ ആണെങ്കിൽ 14 ദിവസവും 12 ദിവസത്തെ ആഗ്ര ഡൽഹി മണാലിയും ഇനി 8 ദിവസത്തെ ആഗ്ര ഡൽഹിയും മാത്രമുള്ള ഗ്രൂപ്പ് ഇവന്റുകൾ പോകുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് താഴെ കൊടുത്ത നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക. ആഗ്ര ഡൽഹി കശ്മീർ ആണെങ്കിൽ 14 ദിവസം, ആഗ്ര ഡൽഹി മണാലി ആണെങ്കിൽ 12 ദിവസം, ആഗ്രയും ഡൽഹിയും മാത്രമാണെങ്കിൽ 8 ദിവസം. കേരളത്തിൽ നിന്ന് ജേർണി സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് കേരളത്തിലേക്ക് എത്തുന്നത് വരെയുള്ള നമ്പർ ഓഫ് ഡേയ്സ് ആണ് ഈ പറഞ്ഞത്. അപ്പോൾ ഡേറ്റുകൾ മറക്കണ്ട. വലിയ പെരുന്നാൾ ഈ വരുന്ന മെയ് 26-27 ആയിരിക്കും. 28-ാം തീയതി ആയിരിക്കും നമ്മൾ പോവുക. അല്ലെങ്കിൽ 30-ാം തീയതി നിങ്ങൾക്ക് നമ്മളൊരു ബാച്ച് പോകുന്നുണ്ട്, അതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ 31-ാം തീയതി പോകുന്നുണ്ട്, അതിലും ജോയിൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ജൂൺ ജൂലൈ മാസങ്ങളിലെ ഏത് ഡേറ്റുകളും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ട്രെയിൻ ടിക്കറ്റുകളുടെ അൺഅവൈലബിലിറ്റി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ഇപ്പം നിലവിൽ ടിക്കറ്റുകൾ ഓപ്പൺ ആവാനുള്ള പോവാണ്. അപ്പോൾ പ്രീ ബുക്കിംഗ് ആണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് താഴെ കൊടുത്ത നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ 9 സംതിങ് ആയിട്ട് 9:25 ആയിട്ടുണ്ട്. എല്ലാവരും നീച്ചു വന്നു. അപ്പം ഞാൻ ചായ കുടിക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മളെ മെയിൻ ഗ്യാങ്ങിൻ്റെ പറ്റി ഇതാണ് നമ്മളെ വൈബ് അല്ലേ? എൻ്റെ പേരെന്താ പറയേ? അല്ലൂസ. എൻ്റെ പേരെന്താ? എൻ്റെ പേരെന്താ? ഐഷ. 3 പഠിക്കണേ. OKG LKG? നമ്മളിവിടെ വന്നിക്കണേ. ഒരു മരുമോ എനിക്ക് കക്കാടം പോയില്ല, ഇത് കരുവാരക്കുണ്ട്. എങ്ങനെയുണ്ട് നമ്മളെ റിസോർട്ട്? എങ്ങനെയുണ്ട്? രസമുണ്ടോ? വെള്ളത്തിൽ ചാടണ്ടെന്ന് എനിക്കുണ്ട്. നല്ല വെള്ള. ഓക്കെ, എന്നാൽ ചായ അടിക്കാൻ പോ നമുക്ക്. ഒരു കുറച്ചുകൂടി കഴിച്ചു. ഇതിങ്ങനെ റിസോർട്ട്. ഇത് നേരത്തെ ഹട്ട് കാണിച്ചിരുന്നില്ല, ഇത് വേറെ ഹട്ടാട്ടോ. ഇത് 3 ഇത് ഇങ്ങനെ വിൻഡോ ഓപ്പൺ വരുന്നതാണ്. ഇവിടെ ഇതേപോലെ ഇങ്ങനെ ഇല്ല, അവിടെ നോളി. ഇവിടെ ഇങ്ങനെ ഗ്ലാസ് ആണ്, AC ഉണ്ട്. പോരാ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കിച്ചണും പരിപാടിയും. ചാടിക്കണേ. ഫുഡൊക്കെ നമ്മൾ കൊണ്ടുവന്നേക്കാട്ടെ. എപ്പോൾ ഇതായി കഴിഞ്ഞാലും ഫുഡ് സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ കൊണ്ടുവരാനുള്ള പരിപാടികൾ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. ഓക്കെ. പിന്നെ ഫാമിലി ആയിട്ട് വരുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വൈബ് ഇതാണല്ലോ. ഫുള്ള് കൊക്കോ കാപ്പി കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുന്നത്. പിന്നെ റബ്ബറും കിട്ടും. നല്ല നാടൻ പൊറോട്ട. അടെ കുറച്ച് കറി കഷ്ടല്ലേ, കുറച്ച് കറി വെച്ചത്. പൊറോട്ട മന്തിയുണ്ട്. വീഡിയോ എടുക്കോളെ വേണ്ട
അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു. വീണ്ടും പാട്ടിൻ്റെ സെഷനാണ്. പാട്. കാഫ് മല കണ്ട പൂങ്കാറ്റ് പാട്. അല്ലു പാട്. പാട്. അല്ലു ഞങ്ങൾ പഠിച്ചിട്ട് കണ്ടപ്പോ കണ്ടപ്പോ അയ്യോ നെഞ്ചില് വാച്ചത് കരിവില വില വളവാട്ടിക്കാം പൂന്തല് കണ്ടപ്പോ കണ്ണനാക്കി ചിരിക്കല പെണ കല്യാണി വാർത്ത കൊല്ലി കണ്ണനായി. ഞാൻ ഐശുവാ. ഐശുവാട്. ഉണ്ട് സാക്കി റെഡി 1 2 3. ഉണ്ടോ സാക്കി കൊല കൊല മുന്തി വാങ്ങിടുവാനായി തിന്നാനാ വാങ്ങാനാ ഇത് മറ്റേതില്ലേ എന്താ നമ്മുടെ പൂച്ച നല്ല പൂച്ച വൃത്തിയുള്ള പൂച്ച പാല് വച്ച പാത്രം വൃത്തിയാക്കി വെച്ചു. പൂച്ച വൃത്തിയാക്കി. നീ പാട്. പാടാമേ. ഇവരൊന്നും പാട്ട് പാടില്ല സുഹൃത്തുക്കളെ. അപ്പൊ നമ്മള് വെള്ളച്ചാട്ടത്തിന് പോണൊക്കെ. ഞാനുണ്ടേ നിക്കേ അവിടെ. ഞാനുണ്ടേ. എങ്ങോട്ട് പോണ നമ്മള്? എന്നാ പോട്ടെ. അലോസ് ചെരുപ്പ് എവിടെ? ചെരുപ്പില്ലേ? നമുക്ക് പോവാ. ഓടരുത്തിട്ടോ ഓടിയ വീഴും. കിഡ്ലൻ ആംബിയൻസ്. ഈ വരുന്ന വലിയ പെരുന്നാൾക്ക് നമുക്കൊരു യാത്ര പോയാലോ? ആഗ്രയും ഡൽഹിയും കശ്മീരും അടങ്ങുന്ന 14 ദിവസത്തെ യാത്ര. ഫാമിലി ആയിട്ടോ ഗ്രൂപ്പായിട്ടോ നിങ്ങളുടെ കൂടെ ആരും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്കോ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റും. താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് താഴെ കൊടുത്ത നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക. പ്രീ ബുക്കിംഗ് ആണ്. ട്രെയിനിനാണ് പോവുക. 60 ദിവസം മുന്നേ ഇന്ത്യൻ റെയിൽവേൻ്റെ ടിക്കറ്റുകൾ ഓപ്പൺ ആയി തുടങ്ങും. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ടിക്കറ്റുകളൊക്കെ ബുക്ക് ചെയ്യേണ്ടതുണ്ട്. നമ്മളോരോ ഗ്രൂപ്പായിട്ടാണ് പോവുക. ഇനി ഈ ഒരു യാത്രയിൽ നിങ്ങൾക്ക് ആഗ്ര മാത്രം, ഡൽഹി മാത്രം, കശ്മീർ മാത്രം അങ്ങനെ കസ്റ്റമൈസേഷനും അവൈലബിൾ ആണ്. ഇനി നിങ്ങളുടെ ഫാമിലി ആയിട്ട് മാത്രമുള്ള യാത്രകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അത് നമ്മുടെ ഗ്രൂപ്പിൻ്റെ കൂടെ ഒന്നുമല്ല, നിങ്ങൾ മാത്രമുള്ള യാത്രകളാണെങ്കിലും പോസിബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് താഴെ കൊടുത്ത നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം. അമ്മനെ ചാട്. അല്ലസ് ടാറ്റ ടാറ്റ. ഓക്കെ.
അപ്പോൾ നമ്മൾ പൂളിൽ നിന്ന് കയറി ഇനി നാച്ചുറൽ പൂളിൽ പോവാണ്. ഡ്രസ്സോടെ ഉണക്കാട്ടിക്കണ്. അങ്ങനെ നമ്മൾ എല്ലാം സെറ്റ് ചെയ്തു. ഡ്രസ്സൊക്കെ ഇവിടെ ഉണങ്ങാട്ടിക്കണേ. നമ്മൾ മുത്തുമണികൾ രണ്ടാൾക്കാർ വരുന്നതാ. എങ്ങോട്ടാണ് ഫ്രണ്ട്സാ നിങ്ങൾ? സെറ്റല്ലേ? സൂപ്പർ സൂപ്പർ. വയലും പോയി സ്വിമ്മിംഗ് പൂളിലും പോയി. മുതലായില്ലേ? നീ പിന്നെ പോലെ നമുക്ക്. ഓക്കെ, അപ്പോൾ തീർക്കാം. ഓക്കെ, അപ്പം ഇനി നമ്മൾ നേരെ ഇവിടുന്ന് ഇറങ്ങാണ്. പോവാ പോവാ. ഓക്കെ മതി പോലെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വൈബ്. അപ്പോൾ 2 വീഡിയോ കണ്ട എല്ലാവരും ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണുമെങ്കിൽ ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ഫാമിലി. പ്രിയപ്പെട്ടവരെ, അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നമ്മൾ പോകണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ കൂടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കശ്മീരോ ഡൽഹിയോ മണാലി എടുക്കുമ്പോൾ നമ്മളെ ഫാമിലിനെ കൊണ്ടുപോകണ പോലെ നമ്മൾ കൊണ്ടുപോകും. ഓക്കെ, അത് സീ യു ബൈ. സബ്സ്ക്രൈബ് ചെയ്തോ. ഈ വരുന്ന വലിയ പെരുന്നാൾക്കാണ്. ഡേറ്റുകൾ മറക്കണ്ട. മെയ് 28-ാം തീയതിയും മെയ് 30-ാം തീയതിയും മെയ് 31-നും പോകുന്നുണ്ട്. പിന്നെ ജൂൺ ജൂലൈ മാസങ്ങളിലും പോകുന്നുണ്ട്. ഈ മെയ് 28-ഉം മെയ് 30-ഉം മെയ് 31-നും വലിയ പെരുന്നാളിൻ്റെ ഡേറ്റുകളാണ്. ഫാമിലി ആയിട്ടോ ഗ്രൂപ്പായിട്ടോ ഇനി നിങ്ങളെ കൂടെ ആരുമില്ല, നിങ്ങൾക്ക് ഒറ്റക്കോ നമ്മളെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റും. ആഗ്ര ഡൽഹി കശ്മീരും ആഗ്ര ഡൽഹി മണാലിയും, ആഗ്ര ഡൽഹി മാത്രമാണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 12 ദിവസത്തെ ആഗ്ര ഡൽഹി മണാലി, 14 ദിവസത്തെ ആഗ്ര ഡൽഹി കശ്മീരി, 8 ദിവസത്തെ ആഗ്ര ഡൽഹി. അത് കേരളത്തിൽ നിന്ന് ജേർണി സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് കേരളത്തിലേക്ക് എത്തുന്നത് വരെയുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് ആണ്. ഇനി അതല്ല നിങ്ങൾക്ക് കശ്മീർ മാത്രം അല്ലെങ്കിൽ ഡൽഹി മാത്രം അല്ലെങ്കിൽ മണാലി മാത്രം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് താഴെ കൊടുത്ത നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക. ലിമിറ്റഡ് സീറ്റുകളാണ്, കാരണം ട്രെയിൻ ടിക്കറ്റുകൾ നിലവിൽ അവൈലബിൾ ആണ്, കാരണം പ്രീ ബുക്കിംഗ് ആണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. കശ്മീർ കാണേണ്ട അടിപൊളി ടൈമാണ് കേട്ടോ ഈ ഒരു സമയത്ത്. അപ്പോൾ ഇനി ആരും വെയിറ്റ് ചെയ്യേണ്ട, ലാസ്റ്റ് മൊമെൻറ്റിൽ വിളിച്ചാൽ കിട്ടില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം.